കർക്കിടകത്തിൽ പ്രതിരോധ ശക്തി ഏറ്റവും കുറവായിരിക്കും, പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതലായിരിക്കും. കാരണം ഈ പകർച്ചവ്യാധികളൊക്കെ പകരുന്ന ഇതുകളൊക്കെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു സമയം ഈ ഈവനിങ് ആണ്. ആ സമയത്താണ് ഈ ഇങ്ങനെ രോഗാണുക്കളൊക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. പകലൊക്കെ ഉണ്ട്, അതിന് ശക്തി പ്രാപിക്കുന്നതാണ് ആ സമയത്താണ്. ആ സമയത്ത് അതായത് വൈകിട്ട് നമ്മൾ വീടും പരിസരമൊക്കെ പുകയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. പുകയ്ക്കാനായിട്ട് നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഇപ്പോൾ ഈ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. അതായത് സാമ്പ്രാണി, കുന്തിരിക്കം, കർപ്പൂരം, ഈ ആര്യവേപ്പില, കടുക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതെല്ലാം ചേർത്ത് പുകയ്ക്കാം വീടും പരിസരവും. ഇതൊക്കെ രോഗാണുവിമുക്തമാക്കുന്നതാണ്. അതുപോലെ തന്നെ തവിട് നമ്മളൊരു കോൺ രൂപത്തിലാക്കിയിട്ട് വെച്ച്, തവിട്, സാമ്പ്രാണി ഇതൊക്കെ ചേർത്ത് കോൺ രൂപത്തിലാക്കി ഉണക്കി വെച്ച് അത് പുകയ്ക്കുന്നതും നമ്മളത് സാധാരണ മുൻപൊക്കെ ചെയ്യാറുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ശുദ്ധമായ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് നിലവിളക്ക് കത്തിക്കുന്നതും കർക്കിടകത്തിൽ നിന്നല്ല, എന്നും ശുദ്ധമായ എള്ളെണ്ണ, അതായത് എള്ളെണ്ണ തന്നെ ആയിരിക്കണം. എള്ള് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എള്ള് ആട്ടിയെടുക്കുന്ന എണ്ണയായിരിക്കണം. ഈ എണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുന്നതും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ കർക്കിടകത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ വീടും പരിസരമൊക്കെ എപ്പോഴും ശുദ്ധമായിരിക്കുക. പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാതെ അനുവദിക്കുക. വീടിൻ്റെ പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയാം, കൊക്കോ ഒക്കെ ഉള്ള വീടുകളാണെങ്കിൽ ചിലപ്പോൾ കൊക്കോ ഒക്കെ പകുതി ഇങ്ങനെ മുറിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ കൊക്കോൻ്റെ കായയുടെ ഉള്ളിലൊക്കെ വെള്ളം വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഇപ്പോൾ ടർപോളിങ് കെട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചുളുക്കുകളിലൊക്കെ വെള്ളം വന്ന് നിൽക്കും. ഇപ്പോൾ പറയുന്നത് പൈനാപ്പിളിൻ്റെ ഇലയുടെ തണ്ടിൻ്റെ ഇടയിൽ പോലും വെള്ളം നിന്നിട്ട് അതിൽ കൊതുക് മുട്ടയിടുന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വെള്ളം കെട്ടി നിൽക്കുക, വീടിനും പരിസരത്തൊന്നും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്.